പെരുമ്പറയടിച്ച് വൻപിച്ച പ്രചാരണം നടത്തി ഇന്ന് പമ്പ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു നനഞ്ഞ പടക്കമായി തീർന്നു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റുകാർ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനായി കുറെ ആളുകളെ, അയ്യപ്പ ഭക്തന്മാരുടെ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് മാർക്സിസ്റ്റുകാരെ അവിടെ സദസ്സിൽ കൊണ്ടിരുത്തി എങ്ങനെയെങ്കിലും ഉദ്ഘാടന പ്രസംഗം നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളക്ക് കൊളുത്തിയതൊന്നും സാധാരണഗതിയിൽ ഒരു അയ്യപ്പ സംഗമത്തിൽ നടത്തേണ്ട രീതിയിലല്ല എന്ന ആക്ഷേപമുണ്ട്. ഒരു കൈകൊണ്ട് നിലവിളക്ക് കൊളുത്തുക, അദ്ദേഹം കാലിൽ ചെരുപ്പുണ്ടായിരുന്നു എന്ന കാര്യമൊന്നും നമ്മളിപ്പോൾ അയക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആചാരക്രമം അനുസരിച്ചാണ് നിലവിളക്ക് കൊളുത്തേണ്ടതും മറ്റും എന്നൊക്കെയാണ് പൊതുവെ അയ്യപ്പ ഭക്തന്മാരും ഈശ്വര വിശ്വാസികളും കരുതുന്നത്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വിപ്ലവകാരി ആണല്ലോ, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് തത്വ സംഹിതയിൽ വിശ്വസിക്കുന്ന ഒരാളാണല്ലോ, സാങ്കേതികമായി ഈശ്വര നിഷേധിയും കൂടെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് ആചാരം അനുസരിച്ചൊന്നും നിലവിളക്ക് കൊളുത്താൻ നിർബന്ധിക്കാൻ പാടില്ല. അതവിടെ ഇരിക്കട്ടെ. അവിടെ കണ്ട ഒരു കാഴ്ച ദൃശ്യമാധ്യമങ്ങളൊക്കെ കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ സദസ്സാകെ ശൂന്യമായി. എന്തൊരു ദയനീയമായ ചിത്രമാണ് ദൃശ്യമാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. കസേരകളെല്ലാം ഒഴിഞ്ഞു. അവിടെ 3 സെമിനാറുകൾ റിട്ടയർ ചെയ്ത 2 IAS ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു IPS ഉദ്യോഗസ്ഥന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നപ്പോൾ സെമിനാറിൽ പങ്കെടുക്കാൻ വിരലിൽ എണ്ണാൻ ആളുകൾ മാത്രം. അപ്പോൾ ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം വെറും ഒരു തട്ടിപ്പായിരുന്നു, ഒരു രാഷ്ട്രീയ പ്രചാരണ യോഗമായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു സംഗമം നടത്തുന്നതിന്റെ പിന്നിൽ മനസ്സിൽ കരുതിയതായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറ്റൊന്നുമല്ല, വളരെ ലളിതമാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 26-ൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീതിപ്പെടുത്തി ഞങ്ങൾ ഈശ്വര വിശ്വാസികളോടൊപ്പമാണ്, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ ഒരു ധാരണ പരത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു കപട നാടകമായിരുന്നു എന്ന് വളരെ വ്യക്തമായി. ഇവിടെ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഈ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഏതാണ്ട് 8 കോടി രൂപയോളം ഇതിനെ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്, ചെലവുണ്ടാകും എന്ന് കേൾക്കുന്നു. ഇതാരാണ് ഈ പണം ചെലവഴിക്കുന്നത്? കൃത്യമായി പറയണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണോ സർക്കാരാണോ ഇതിന്റെ പണം ചെലവഴിക്കുന്നത്? ഇത് രണ്ടുമല്ല. സ്പോൺസർമാരാണെങ്കിൽ ആരൊക്കെയാണ് സ്പോൺസർമാർ? ആരൊക്കെയാണ് ഈ ലക്ഷങ്ങൾ കോടികൾ സംഭാവന ചെയ്തിരിക്കുന്നത്? പട്ടിക പുറത്തുവിടണം. ആർജവം ഉണ്ടെങ്കിൽ പട്ടിക പുറത്തുവിടണം. അതിന് ഉത്തരവാദിത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനുണ്ട്, ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ വാസവനുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ അയ്യപ്പ ഭക്തന്മാരെ ചേർത്ത് നിർത്തും എന്നൊക്കെ നടത്തുന്ന കള്ളപ്രചാരണം എന്നാണ് ഇവർക്ക് ഈ സൽബുദ്ധി ഉണ്ടായത്? നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് 6 വർഷങ്ങൾക്കുണ്ടായ പ്രതിസന്ധിക്ക് ഇപ്പോൾ പശ്ചാത്താപം അല്ലെങ്കിൽ പരിഹാരക്രിയ ചെയ്യുകയാണോ ചെയ്തത് എന്ന് വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ ഒരു യൂട്ടേൺ അടിക്കുന്നത്? കാരണം പൊതുവികാരം ഇതിനെതിരാണ് എന്ന് ബോധ്യമായപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഞങ്ങളിതാ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കള്ളത്തരം കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കി എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഈ ഒഴിഞ്ഞ സദസ്സ്. ഇതൊരു ദയനീയമായ ചിത്രമാണ്. അവിടെ കണ്ട മറ്റൊരു സങ്കടകരവും അതേസമയം ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സംഗതി, തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ വന്നിരുന്നു. ഒരു മന്ത്രിയെ പ്രസംഗിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് സമയത്ത് ക്ഷണിക്കാത്ത പേരിൽ അദ്ദേഹം ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി ശ്രമിച്ചു.
ഒടുവിൽ സംഘാടകർ അദ്ദേഹത്തിന്റെ കാല് പിടിച്ചാണ് തിരിച്ചു കൊണ്ടുവന്ന് സദസ്സിലിരുത്തിയത്. എന്തൊരു സങ്കടകരമായ ചിത്രം! ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ച് പല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എന്നൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചപ്പോൾ ആകെ വന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ. ആന്ധ്രയിൽ നിന്നില്ല, കർണാടകയിലില്ല, തെലങ്കാനയിൽ നിന്നില്ല, ഉത്തർപ്രദേശിൽ നിന്നില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടിയുടെയും BJPയുടെ ഉൾപ്പെടെ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ഇത് തകർന്ന പരാജയമായി പോയി എന്ന് പറയാൻ മറ്റ് കാരണങ്ങളും മറ്റ് തെളിവുകളും ആവശ്യമില്ലല്ലോ. സ്ത്രീ പ്രവേശനവുമായി സംബന്ധിച്ച് അന്ന് 6 വർഷം മുൻപ് നിരവധി കേസുകളല്ലേ എടുത്തിരുന്നത്. ആ കേസുകളൊക്കെ പിൻവലിക്കാൻ എന്തുകൊണ്ട് ഈ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല? സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തിരുത്താമെന്ന പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടപ്പോൾ അതിനെന്തുകൊണ്ട് ആർജവം കാട്ടുന്നില്ല? അപ്പോൾ അന്നത്തെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ചില സ്ത്രീകളെയൊക്കെ പോലീസ് വേഷത്തിലൊക്കെ ബോധപൂർവം ഇറക്കി അവിടെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി, അവിടെ കലഹമുണ്ടാക്കാൻ വേണ്ടി നടത്തിയതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രായശ്ചിത്തമാണോ ഇപ്പോൾ CPM-ഉം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യുന്നത്? അതിനേക്കാൾ കൗതുകകരമായ മറ്റൊന്നാണ്, ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഇപ്പോഴത്തെ ദേവസ്വത്തിന്റെ മന്ത്രി വാസവൻ തയ്യാറാകാതിരുന്നപ്പോൾ ഒരു പുതിയ അവതാരം വന്നിരിക്കുന്നു. 1ാം പിണറായി മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം പറയുന്നത്, ഞങ്ങളൊക്കെ എക്കാലവും അയ്യപ്പ ഭക്തരുടെ കൂടെയാണ്. ഞങ്ങള് നേരത്തെ ഒരു സംഗമം അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയതൊക്കെ വൻപിച്ച വിജയമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വീമ്പിളക്കുകയാണ്. അദ്ദേഹവും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോഴും കേസുകൾ നടക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഉത്തരം പറയണം. ഇപ്പോൾ ഈ പറയുന്ന U-ടേൺ അടിക്കാൻ ഉണ്ടായ പ്രിയതോവികാരം എന്താണെന്ന് മുഖ്യമന്ത്രിയും CPM-ഉം വെളിപ്പെടുത്തണം. അതുപോലെ തന്നെ കഴിഞ്ഞ 9.5 വർഷമായി ശബരിമലയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതറ്റം വരെ പോയി എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇത് യഥാർത്ഥത്തിൽ നടന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ഒരു ഒളിഞ്ഞ ശ്രമമാണ് ഇതിന്റെ പുറകിലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അത് യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകമാണ്. കാരണം അയ്യപ്പ ഭക്തന്മാരുടെ ആരാധനാമൂർത്തിയായ ശബരിമല അയ്യപ്പന്റെ പരിസരം ടൂറിസ്റ്റുകളുടെ ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നത് അത്യന്തം ഖേദകരമാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഇവിടെ എന്താണ് ആഗോള സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ പറയുന്നത് ശബരിമലയുടെ വികസനത്തിന് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. നിക്ഷേപകർ സ്വാഭാവികമായി നിക്ഷേപം നടത്തുമ്പോൾ അവർക്ക് ലാഭമുണ്ടാകണം. അപ്പോൾ അവിടെ നിന്ന് വരുമാനം ഉണ്ടാകണം. വരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 5 നക്ഷത്ര ഹോട്ടലുകളും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒപ്പിക്കണം. അതാണോ യഥാർത്ഥത്തിൽ ശബരിമലയിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ ആഗ്രഹിക്കുന്നത്? അവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശബരിമല അയ്യപ്പന്റെ ചുറ്റുവട്ടം ഒരു വ്യാവസായിക കേന്ദ്രമായി, ടൂറിസ്റ്റ് കേന്ദ്രമായി, പണമാർജിക്കുന്നതിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി മാറ്റുന്നതിനെ ഒരു കാരണവശാലും കേരളത്തിലെ ഭക്തർ അനുകൂലിക്കുകയില്ല, വിശ്വാസികൾ അനുകൂലിക്കുകയില്ല എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടാകണം. ഇതിനേക്കാൾ വളരെ രസകരമായ ഒരു കാഴ്ച കൂടെ നമ്മൾ ഇന്ന് കണ്ടു. അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചത് കോടിക്കണക്കിന് രൂപ സാമ്പത്തിക ക്രമക്കേട് നടത്തി ഇപ്പോഴും കേസിൽ പ്രതിയായി ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സാമുദായിക നേതാവാണ്. അദ്ദേഹം വളരെ വീറോടുകൂടി അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയും അതിനു വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ, തട്ടിപ്പ് നടന്നു എന്നതിന്റെ പേരിൽ അദ്ദേഹം ഉൾപ്പെട്ടതായ ഒരു സംഘത്തിന്റെ മേൽ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ച് എവിടെ നിന്നെങ്കിലും ഒക്കെ സഹായം കിട്ടി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ആയിക്കോട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു അകമ്പടി സേവിക്കുന്ന മട്ടിൽ നിഴല് പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല.
ആകെ കൂടി നോക്കുമ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകത്തെല്ലാ അയ്യപ്പ ഭക്തന്മാരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന്റെ ലക്ഷ്യം ഒരിക്കലും സതുദ്ദേശത്തോടുകൂടി അല്ല നടത്തിയതെന്നതും അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ ഇതിൽ നിന്ന് വിട്ടുനിന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്നിതാ ഒരു ബദൽ ആഗോള അയ്യപ്പ സംഗമം നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടക്കുകയാണ്. അവിടെ BJP ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതാക്കന്മാർ ചേർന്നുകൊണ്ട് അവിടെ ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ വിശ്വാസികൾ അവിടെ ഒരു ബദൽ സംഗമം നടത്തുകയാണ്. ഒരു റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിയാണ് ആ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ജഡ്ജിയും വിധി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ജഡ്ജിയുമാണ്. അപ്പോൾ ഈ തരത്തിൽ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസികളുടെയൊക്കെ ചേർത്ത് നിർത്തുന്നവരാണ് എന്നുള്ള കാപട്യം തുറന്നു കാട്ടുക എന്നത് കൂടിയാണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സംഗമത്തിന്റെ ഉദ്ദേശം. അവർ സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളാണ്, ആത്മാർത്ഥതയുള്ള വിശ്വാസികളാണ്. നമുക്ക് ഒരു കാര്യം ലജ്ജയില്ല, ഈശ്വര നിഷേധികൾ പോയി ഈശ്വരന്റെ വട്ടത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ഈശ്വര വിശ്വാസികളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണെന്ന് പറയാൻ. ഭഗവത്ഗീതയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്, തത്വമസിയെ വ്യാഖ്യാനിക്കുകയാണ് ഈശ്വര നിഷേധികളായിട്ടുള്ള മാർക്സിസ്റ്റുകാരും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും. എന്തൊരു വലിയ അപഹാസ്യമായ ഒരു ചിത്രമാണ് വരച്ചു കാട്ടിയിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഭഗവത്ഗീതയിൽ നിന്നും ഒക്കെയുള്ള ഉദ്ധരണികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ പ്രഘോഷിപ്പിച്ചത്. അതുപോലെ തത്വമസിയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ മുൻപിൽ, സാക്ഷരതയുള്ള പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ഈ തരത്തിലുള്ള ചില ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാം എന്ന് കരുതുന്നത് ഒരിക്കലും യുക്തിസഹജമല്ല, വിവേകപൂർണമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനും വലിയ വില ഒരുപക്ഷെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്നവരും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കേണ്ടതായി വരും എന്ന് തന്നെ വേണം കരുതാൻ. ഇത് ഏതായാലും വൻപിച്ച ഒരു പരാജയമായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി ചെലവഴിച്ച പണത്തിന്റെ കണക്കുകൾ സുതാര്യമായി പുറത്തുവിടണം. കൂട്ടത്തിൽ പറയട്ടെ, നഷ്ടപ്പെട്ടു പോയ 4 കിലോ സ്വർണം എവിടെ പോയി എന്നുള്ളതിനും ഉത്തരവാദിത്തം അല്ലെങ്കിൽ സമാധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിന്മേൽ ഉത്തരം പറയണമെന്നുകൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നത്.